സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മാതാവ് മാധ്യമങ്ങളെ ഉണ്ടാക്കിയാണ്ട് കുട്ടീനെ എത്തിക്കുന്ന പരിഹാരം ഉണ്ടാക്കാൻ ഞാനെന്താ എനിക്ക് അതിനെപ്പറ്റി കൊണ്ട് പറയാൻ അറിയാൻ വെച്ചുണ്ടോ എനിക്ക് എന്റെ മോനെ കിട്ടണം കാണണം ഒക്കെ അത്ര വരാനുള്ളൂ അതിനെന്താ വേണ്ടി വെച്ചാൽ നിശ്ചയുള്ളവർ നിങ്ങൾ ആരെ പറഞ്ഞിട്ട് ചെയ്യിച്ചേ എനിക്ക് എന്റെ കുട്ടീനെ കാണാൻ ഭർത്താൻ എനിക്ക് പറയാനുള്ളൂ ഇത്തിരി വേഗത്തിന്റെ കുട്ടീന്റെ കടയിൽ നമുക്ക് എത്തണം എത്തൂലാത്തിരാനായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് എങ്ങനെയൊക്കെ ഞാൻ അവിടെ പോയത് എത്തി നിൽക്കും പഠിച്ചവനക്ക് അറിയുള്ളൂ. നിലവിൽ ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട സമിതി പ്രവർത്തിക്കുന്നുണ്ട്. അവര് അതിനുവേണ്ട സഹായങ്ങളൊക്കെ ചെയ്തല്ലോ. അപ്പൊ അവര് ആ രീതിയിൽ പ്രവർത്തനം പോരെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നീങ്ങണോ എന്ന് അങ്ങനത്തെ അഭിപ്രായമുണ്ടോ? എങ്ങനെ എന്ത് നീക്കിയാലും ആക്കിയാലും എന്റെ മോനെ എനിക്ക് എന്റെ അടുത്ത് എത്തിച്ചാണ് എനിക്ക് അത്ര പറയാനുള്ളത്. നിങ്ങളിങ്ങനെ വരുമോ എല്ലാരും പറയും ആക്കും അവിടെ ചെന്ന് അവിടുന്ന് കേട്ടു എന്റെ കൂടെ കണ്ട് വരുന്നത് വിചാരിച്ച കുട്ടിയാണ് ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടാകാവുന്ന എത്തിക്കാളിനല്ലേ ചെയ്ത് മോനോട് കാട്ടിത്തരാം എനിക്ക് മതി. 15 പരിഗണിക്കണം. 15 പരിഹരിക്കും ഒന്നൊന്നര അറിയിച്ചൊരു ദിവസം അറിയുന്നത് കേൾക്കേണ്ടി വരും. ആ കേൾക്കാൻ ഞാനിവിടെ ഇല്ലാതെ കേട്ടെ. വലിയ നിരാശയിലാണ് അബ്ദുൾ റഹീമിന്റെ ഉമ്മയുള്ളത്. ഇന്നെങ്കിലും മോചന ഉത്തരവുണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചിരുന്നു. ജയിൽ മോചിതനാകും ഉടൻ തന്നെ എന്ന് കരുതിയതായിരുന്നു അവർ. പക്ഷേ വീണ്ടും നിരാശ നൽകിക്കൊണ്ടാണ് കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. അതിന്റെ സങ്കടം അവർ മാധ്യമപ്രവർത്തകരോട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചിതനാക്കൂ എന്നാണ് അവർ അപേക്ഷിക്കുന്നത്. ആ രീതിയിലാണ് അവരുടെ ഓരോ വാക്കുകൾ. ഇനി മകൻ പുറത്തിറങ്ങുമ്പോൾ താൻ ഉണ്ടാകുമോ എന്നുപോലും ഉറപ്പില്ല എന്ന തരത്തിലാണ് അബ്ദുൾ റഹീമിന്റെ ഉമ്മ പ്രതികരിച്ചിരിക്കുന്നത്. സൗദി ജയിലിൽ കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനം ഇനിയും വൈകും എന്ന് തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് അബ്ദുൾ റഹീമിന്റെ ഉമ്മ പ്രതികരിച്ചത്. കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് കാട്ടിയാണ് കോടതി കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. ജനുവരി 15-നായിരിക്കും ഇനി റിയാദ് കോടതി അബ്ദുൾ റഹീമിന്റെ കേസ് പരിഗണിക്കുക. തുടർച്ചയായി കേസ് മാറ്റിവെക്കുന്നതിന് നിരാശയുണ്ട് നിയമസഹായ സമിതിക്കും അതുപോലെ തന്നെ അബ്ദുൾ റഹീമിന്റെ കുടുംബത്തിനും. നേരത്തെ 3 തവണ കോടതി കേസ് പരിഗണിച്ച ശേഷം ഓരോ തവണയും കേസ് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഇന്നെങ്കിലും അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് പുറത്തിറങ്ങും എന്ന് കരുതിയതായിരുന്നു. പക്ഷേ വീണ്ടും കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി ജനുവരി 15-നായിരിക്കും കേസ് പരിഗണിക്കുക. അബ്ദുൾ റഹീമിന്റെ വീട്ടിൽ നിന്ന് ഫൈസൽ ചേരുന്നുണ്ട്. ഫൈസൽ, എന്താണ് ഉമ്മയുടെയും മറ്റു ബന്ധുക്കളുടെയും പ്രതികരണം? ദിവ്യ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ വികാരഭരിതമായിട്ടാണ് ഇപ്പോൾ ഉമ്മ സംസാരിക്കുന്നത്. കാരണം കഴിഞ്ഞ 6-7 തവണയായി ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. ഓരോ തവണയും വിധിയൊന്നും ഉണ്ടാകും, അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ മോചനം ഉടൻ സാധ്യമാകും, മകനെ ഉടൻ കാണാനാകുമെന്ന പ്രതീക്ഷയോടെ കഴിഞ്ഞിരുന്ന ഒരു ഉമ്മയായിരുന്നു. എത്രയും ഇന്ന് അവസാനമായി വലിയ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കാത്തിരുന്നത്. കഴിഞ്ഞ തവണ സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ടായിരുന്നു കേസ് മാറ്റിവെച്ചത്. എന്നാൽ ഇന്ന് വലിയ പ്രതീക്ഷയോടെ തന്നെ ഉമ്മയും കുടുംബവും നാട്ടുകാരും നിയമസഹായ സാഹിതി എല്ലാവരും വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ വീണ്ടും ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു. എന്നാൽ കേസ് മാറ്റിവെച്ചതിന്റെ കാരണത്തെക്കുറിച്ച് വ്യക്തമായിട്ടില്ല എന്നുള്ളത് വളരെ ഏറെ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഉമ്മയും പറയുന്നത്. എത്ര തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത്? എങ്ങനെയെങ്കിലും എൻ്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തു, അല്ലെങ്കിൽ എൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കൊണ്ടുവരും എന്നുള്ള തരത്തിൽ വളരെ വേദനാജനകമായിക്കൊണ്ട് ഉമ്മ സംസാരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മകനെ എത്തിക്കണം എന്നത് മാത്രമാണ് ഉമ്മയും ആവശ്യപ്പെടുന്നത്. ഈ 15-ാം തീയതി വീണ്ടും കേസ് പരിഗണിക്കുന്നുണ്ടെങ്കിലും അന്നും ഇതുപോലെ ആകുമോ എന്നൊരു ആശങ്കയും ആ കുടുംബത്തിനുണ്ട്. കാരണം നേരത്തെ പറയുന്നത് പോലെ തന്നെ 6 തവണയാണ് ഇപ്പോൾ ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നത്. ജൂലൈ 2-ന് ഈ കേസിന്റെ വധശിക്ഷ പൂർണ്ണമായും റദ്ദാക്കിയിരുന്നു. കുടുംബം ആവശ്യപ്പെട്ട മോചന ദ്രവ്യം ഉൾപ്പെടെ നൽകിയതുമാണ്. എന്നാൽ വീണ്ടും ഓരോ കാരണങ്ങളുടെ പേരിൽ വീണ്ടും ഈ വിധി മാറ്റിവെക്കുമ്പോൾ കുടുംബത്തിനായാലും എല്ലാവർക്കും ഏറെ നിരാശയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. എല്ലാ നടപടികളും മോചനം വൈകുന്നതിന്റെ നിരാശയിലാണ് അബ്ദുൾ റഹീമിന്റെ കുടുംബം.